യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ തന്നെ വന്നു. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവൻ അത്രേ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, യോഹന്നാൻ 1-ാം അധ്യായത്തിലെ 3 പ്രധാനപ്പെട്ട വാക്കുകളാണ് നമ്മൾ ഈ ജോൺ ചാപ്റ്റർ 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു ആമുഖമാണ്, ഒരു ഇൻട്രഡക്ഷനാണ്. ജോൺ 1-18. അപ്പം അതിൽ യോഹന്നാൻ 1, ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ചിന്തിക്കുന്നു, യോഹന്നാൻ 1-ാം അധ്യായം നമ്മൾ പഠിച്ചാൽ തന്നെ ക്രിസ്തീയ ജീവിതത്തിൽ അല്ലെങ്കിൽ പുതിയ ഉടമ്പടിയുടെ, കർത്താവ് സ്ഥാപിച്ച പുതിയ ഉടമ്പടിയുടെ ഫൗണ്ടേഷണലായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് വ്യക്തമാവാൻ ഈ ഒരു 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിച്ചാൽ മതി. അപ്പോൾ സത്യം പറഞ്ഞാൽ യോഹന്നാൻ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ 18-ന് ശേഷം ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ പോലെ അപ്പം യോഹന്നാൻ 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ, 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. 3L, 3L: ലോഗോസ്, ലൈഫ് ആൻഡ് ലൈറ്റ്. ലോഗോസ്, ലൈഫ്, ലൈറ്റ്. അതായത് ലോഗോസ് നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കി, വചനം; ലൈഫ്, ജീവൻ; ലൈറ്റ്, വെളിച്ചം. അപ്പോൾ ഈ 3 വാക്കുകൾ ആണ് സത്യം പറഞ്ഞാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഒരു ഇനീഷ്യൽ ഫൗണ്ടേഷണൽ അല്ല അടിസ്ഥാനപരമായി യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതിയപ്പോൾ രേഖപ്പെടുത്തുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇറ്റ് ഈസ് ലോഗോസ്, ലൈഫ്, ലൈറ്റ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ലോഗോസിനെ പറ്റി നമ്മൾ ചിന്തിച്ചു, വചനത്തെപ്പറ്റി നമ്മൾ ചിന്തിച്ചു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച ഭാഗങ്ങൾ. ഈ ആഴ്ച അതിൻ്റെ 4-ാമത്തെ വാക്യം: അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഹല്ലേലൂയ. അപ്പം അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വാക്യം. ഇൻ ഹിം വാസ് ലൈഫ് ആൻഡ് ലൈഫ് വാസ് ദ ലൈറ്റ് ഓഫ് മാൻ. ഈ ഒരു വാക്യം യോഹന്നാൻ 1-4 വളരെ ആഴമേറിയൊരു വാക്യമാണ്, വളരെ പ്രൊഫൗണ്ട് ആയിട്ടുള്ളൊരു വാക്യമാണ്. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഹല്ലേലൂയ. അപ്പം യേശുവിൽ എന്തുണ്ടായിരുന്നു? ജീവൻ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ജീവനെ പറ്റി എന്നും ജീവനെയും വെളിച്ചത്തെ പറ്റി നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം എന്താണ് ജീവൻ? അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. അപ്പം അവനിൽ ജീവൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം അതൊരു ഒരു 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 അതിശയോക്തി നിറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണോ? അല്ല, അല്ലേ? ഇപ്പം ജീവിക്കുന്ന എല്ലാവരിലും എന്തുണ്ട്? ജീവനുണ്ട്. ജീവിക്കുന്ന എല്ലാവരിലും ജീവനുണ്ട്. പിന്നെ പ്രത്യേകം നമ്മൾ പറയേണ്ട കാര്യമുണ്ടോ അവനിൽ ജീവനുണ്ടായിരുന്നു? ഇപ്പോൾ യേശു, ജീവനില്ലാത്തൊരു യേശു ലോകത്ത് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. അപ്പോൾ യേശു ജനിച്ച് വീണപ്പം യേശുവിൽ ജീവൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ല. അപ്പം അതിലൊരു അതിശയോക്തി ഉണ്ടോ? യേശുവിൽ ജീവൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു അതിശയോക്തിയില്ല. കാരണം നമ്മളെല്ലാവരും ജീവനുണ്ട്. ഇവിടെ ഇരിക്കുന്ന, ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവരുടെ ഉള്ളിലും എന്തുണ്ട്? ജീവനുണ്ട്. അപ്പം നിങ്ങളിൽ അപ്പം നിഖിൽ ഗ്ലാഡ്സണിൽ ജീവൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ജ്ഞാനദാസ് പാസ്റ്ററിൽ ജീവനുണ്ട് എന്ന് പറയുന്നതിൽ ജീവനില്ലായിരുന്നു നിങ്ങൾ ആരും ഇവിടെ ജോയിൻ ചെയ്യില്ലായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ജീവൻ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മളെല്ലാവരും ഇന്ന് 8:45 നമ്മൾ കറക്റ്റ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ വന്ന് ജോയിൻ ചെയ്തത്. അപ്പോൾ ജീവൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പ്രോബ്ലി അതിലെന്തോ ഒരു പ്രോബ്ലം ഉണ്ടല്ലേ. അപ്പം അവനിൽ ജീവൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം ഈ ജീവൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ജീവൻ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെയാണ് നമ്മൾ ബൈബിളിൻ്റെ ഒരു ഒറിജിനൽ ലാംഗ്വേജ് അല്ലെ മൂലഭാഷ നമ്മൾ മനസ്സിലാക്കേണ്ടതിൻ്റെ ഒരു ആവശ്യം അതാണ്. അതായത് ഹല്ലേലൂയ, അതായത് ഇവിടെ പറയുന്നത് ഇൻ ഹിം വാസ് ലൈഫ്, അവനിൽ ജീവൻ. അത് അവിടെ പറയുന്ന ജീവൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന വാക്ക് ഗ്രീക്കിൽ സോയെ എന്നാണ്.
അപ്പോൾ ആക്ച്വലി നമ്മൾ ആ വാക്യത്തെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവനിൽ സോയെ ഉണ്ടായിരുന്നു, അവനിൽ സോയെ ഉണ്ടായിരുന്നു. ഇത് പറയുമ്പം ഈ മറ്റേ ജീവൻ എന്ന് പറയുന്നൊരു വ്യത്യാസമുണ്ട് ഇതിലല്ലേ. അവനിൽ സോയെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്, അപ്പം നമ്മളിൽ അപ്പം എന്താണ് സോയെ എന്ന് പറഞ്ഞ ചോദ്യം വരും. എന്താണ് അപ്പം ജീവൻ എന്തായെന്ന് പറയുമ്പോൾ അതിലൊരു വലിയൊരു സ്പെഷ്യാലിറ്റി ഇല്ല. പക്ഷേ അവനിൽ സോയെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം ആ വാക്യത്തിൻ്റെ അർത്ഥമേ അങ്ങ് മാറി. അവനിൽ സോയെ, ഇൻ ഹിം വാസ് സോയെ, ഇൻ ഹിം വാസ് സോയെ, അവനിൽ സോയെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇവിടെ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു എന്നത് വഴി ലേഖകൻ അല്ലെങ്കിൽ ഈ സുവിശേഷൻ ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത്? ഇൻ ഹിം വാസ് സോയെ. നമ്മൾ ഗ്രീക്ക് അല്ലെങ്കിൽ പുതിയ നിയമം എഴുതിയത് ഗ്രീക്ക് ഭാഷയിലാണല്ലോ. അപ്പോൾ ഗ്രീക്കിൽ ജീവൻ എന്ന വാക്കിന് 3 പദങ്ങൾ ഉപയോഗിക്കണം ജീവൻ എന്ന വാക്കിന്. നമ്മൾ ഇംഗ്ലീഷിൽ എല്ലാത്തിനും ലൈഫ് എന്ന് പറയുമ്പം, മലയാളത്തിൽ എല്ലാത്തിനും ജീവൻ എന്ന് പറയുമ്പം, പക്ഷേ ഗ്രീക്കിൽ ജീവന് 3 പദങ്ങളുണ്ട്. ഒന്നാമത്തെ ബയോസ്, രണ്ടാമത്തെ സൂക്കെ, മൂന്നാമത്തെ സോയെ. ബയോസ്, സൂക്കെ, സോയെ. അപ്പം ബയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാരീരിക ജീവൻ, അതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ബയോളജി. ശാരീരിക ജീവൻ്റെ പഠനത്തെയാണ് ബയോളജി. ലോജി എന്ന് വെച്ചാൽ ലോഗോസ് അല്ലെങ്കിൽ പഠനം. അപ്പം ബയോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ പഠനമാണ്. അത് ബയോസ് എന്ന് വെച്ചാൽ ശാരീരിക ജീവനാണ്. അതേസമയം സൂക്കെ എന്ന് വെച്ചാൽ സൈക്കോളജി, സൈക്യാട്രി, അത് മനസ്സിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ സൂക്കെ അതിനും ആക്ച്വലി ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വന്നപ്പം ബൈബിളിൽ എവിടെയെല്ലാം ഒറിജിനൽ ഗ്രീക്ക് ബൈബിളിൽ എവിടെയെല്ലാം സോയെ എന്ന് ഉപയോഗിച്ചോ എവിടെയെല്ലാം ബയോസ് എന്ന് ഉപയോഗിച്ചോ അവിടെയെല്ലാം ജീവൻ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു. എവിടെയെല്ലാം സൂക്കെ എന്ന് ഉപയോഗിച്ചോ അവിടെയെല്ലാം ജീവൻ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു. എവിടെയെല്ലാം സോയെ എന്ന് ഉപയോഗിച്ചോ അവിടെയെല്ലാം ജീവൻ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പം അതാണ് നമ്മൾ ആ വാക്യത്തിൻ്റെ ആശയം നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. അപ്പം ബയോസ് ബയോളജി അല്ലെ ശാരീരിക ജീവൻ, സൂക്കെയാണ് സൈക്കോളജി അല്ലെ മാനസിക ജീവൻ, മനസ്സിൻ്റെ ജീവൻ. നമ്മളെല്ലാ മനുഷ്യരും ജീവിക്കുന്ന അവരുടെ ഒരു മാനസികവും വൈകാരികവുമായിട്ടുള്ള ജീവനാണ് സൂക്കെ അല്ലെങ്കിൽ മാനസിക ജീവൻ. മൂന്നാമത്താണ് സോയെ എന്ന് വെച്ചാൽ ആത്മാവിൻ്റെ ജീവൻ, ആത്മീക ജീവൻ. സോയെ ഈസ് ലൈഫ് ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിൻ്റെ ജീവനാണ് സോയെ. അപ്പം ഇനി നമ്മൾ നോക്കുമ്പം അവനിൽ സൂക്കെ ഉണ്ടായിരുന്നു എന്നല്ല പറയുന്നത്, അവനിൽ ബയോസ് ഉണ്ടായിരുന്നു എന്നല്ല പറയുന്നത്, മറിച്ച് പറയുന്നത് യേശുവിൽ സോയെ ഉണ്ടായിരുന്നു. അപ്പോൾ യേശുവിൽ സോയെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം യേശുവിൽ ആത്മാവിൻ്റെ ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. യേശുവിൽ ആത്മാവിൻ്റെ ജീവൻ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പം തന്നെ നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവനിൽ ആത്മാവിൻ്റെ ജീവൻ ഉണ്ടായിരുന്നു. അപ്പം എന്താണ് ഈ ആത്മാവിൻ്റെ ജീവൻ, സോയെ? അപ്പം നമ്മൾ പല വാക്യങ്ങൾ നമ്മൾ വായിച്ച് വിട്ട ബൈബിളിലെ പല വാക്യങ്ങളും നമ്മളൊന്ന് ഈ ഒരു വെളിച്ചത്തിൽ നമ്മൾ വായിക്കാൻ തുടങ്ങുമ്പം ആ വാക്യങ്ങൾ വളരെ ആഴമേറിയ അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കിയ അർത്ഥമല്ല പരിശുദ്ധാത്മാവ് ഉദ്ദേശിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് പരിചയമുള്ള വാക്യങ്ങൾ, ഈ സോയെ അല്ലെങ്കിൽ ആത്മീക ജീവൻ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവനിൽ എന്തുണ്ടായിരുന്നു? സോയെ ഉണ്ടായിരുന്നു, ആത്മീക ജീവൻ ഉണ്ടായിരുന്നു. നമുക്ക് വളരെ ചിരപരിചിതമായ വാക്യമാണ് യോഹന്നാൻ 3:16. നമുക്ക് 1-2 എഴുതുന്നവർക്ക് എഴുതാം. ഞാൻ കുറച്ച് വാക്യങ്ങൾ പറയാം, അതെല്ലാം നിങ്ങൾ എഴുതി വെച്ചോ. എല്ലാം നമുക്കിന്ന് വായിക്കാൻ പറ്റുന്ന എനിക്കറിയില്ല. യോഹന്നാൻ 3:16, യോഹന്നാൻ 10:10, 1 യോഹന്നാൻ 1:1-2, 1 യോഹന്നാൻ 5:11, 12, 13. ഈ 4 വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. യോഹന്നാൻ 3:16, യോഹന്നാൻ 10:10, 1 യോഹന്നാൻ 1:1-2 വാക്യങ്ങൾ, അതുപോലെ 1 യോഹന്നാൻ 5-ാം അധ്യായം 11, 12, 13. ഈ 4 വാക്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ യോഹന്നാൻ 3:16 നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്യമാണ്. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇതാണ് യോഹന്നാൻ 3:10 നമുക്കറിയാവുന്ന വാക്യമാണ്. അതേസമയം യോഹന്നാൻ 10:10 വന്നു, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും അത്രേ. ഐ കെയിം സോ ദാറ്റ് യു മേ ഹാവ് ലൈഫ് ആൻഡ് ലൈഫ് ഇൻ അബണ്ടൻസ്. സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും അത്രേ. അതുപോലെ 1 യോഹന്നാൻ 1:1 പറയുന്നത്, ആദ്യം മുതലുള്ളതും ഞങ്ങളുടെ കൈ തൊട്ടതും ഞങ്ങളുടെ കണ്ണ് കണ്ടതും ഞങ്ങൾ അറിഞ്ഞതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച്
വചനം ജീവൻ പ്രത്യക്ഷമായി, അത് പിതാവിനോടുകൂടെയുള്ള ജീവൻ, നിത്യമായ ജീവൻ. അതാണ് 1 യോഹന്നാൻ 1:1-2 വാക്യങ്ങൾ. അതുപോലെ 1 യോഹന്നാൻ 5:11, ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവൻ്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. അപ്പം ഈ ജീവൻ എഴുതിയ ഈ 4 വാക്യങ്ങളിലും ജീവൻ എന്ന് എഴുതിയ സ്ഥലത്തെല്ലാം എന്ത് വായിക്കണം? സോയെ എന്ന് വായിക്കണം. സോയെ എന്ന വാക്ക് ഉപയോഗിച്ച് വായിക്കണം. അപ്പോൾ സോയെ എന്ന വായിച്ച് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആദ്യം വാക്യം വന്ന് 3:16, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ, നിത്യമായ സോയെ, സോയെ എയ്നോസ്, നിത്യമായ സോയ എന്ന് വെച്ചാൽ സോയെ എയ്നോസ് ഗ്രീക്ക് പദം, നിത്യമായ ജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പം യേശു തൻ്റെ ഏകജാതനായ പുത്രനായ യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും എന്ത് പ്രാപിക്കണം? നിത്യമായ ജീവൻ പ്രാപിക്കണം, സോയെ എയ്നോസ് പ്രാപിക്കണം, എറ്റേണൽ ലൈഫ്. അപ്പം ഞാൻ വളരെ നീണ്ട വർഷങ്ങൾ ഞാൻ ഇതിനെ മനസ്സിലാക്കിയത്, അത് യേശുവിൽ വിശ്വസിച്ച് എനിക്ക് എന്ത് കിട്ടും? സ്വർഗം കിട്ടും. യേശുവിൽ വിശ്വസിച്ച് എനിക്ക് എന്ത് കിട്ടും? നിത്യജീവൻ കിട്ടും. അങ്ങനെ വെച്ചാൽ എന്താ? സ്വർഗത്തിൽ പോകാൻ പറ്റും. സ്വർഗത്തിൽ എനിക്ക് നിത്യമായി ജീവിക്കാൻ പറ്റും എന്നതാണ് സത്യം പറഞ്ഞ് ഞാൻ ഈ വാക്യത്തെ മനസ്സിലാക്കിയത്. യേശുവിൽ ഞാൻ വിശ്വസിച്ചാൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും. യേശുവിൽ ഞാൻ വിശ്വസിച്ചാൽ എനിക്ക് നിത്യമായ ജീവൻ കിട്ടും. പക്ഷേ പ്രിയമുള്ളവരെ, യേശുവിൽ വിശ്വസിച്ചാൽ നിത്യമായ ജീവൻ, സ്വർഗത്തിൽ പോകാൻ പറ്റും, സ്വർഗത്തിൽ എനിക്ക് നിത്യമായി ജീവിക്കാൻ പറ്റും എന്നതൊരു വാസ്തവം തന്നെയാണ്. എന്നാലും നമ്മൾ ആ വാക്യത്തെ മനസ്സിലാക്കേണ്ടത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ അവൻ എന്ത് ലഭിക്കും? ആത്മാവിൻ്റെ ജീവൻ ലഭിക്കും, സോയെ ലഭിക്കും. സോയേൻ്റെ പ്രത്യേകത, ഈ സോയ എന്താ? നിത്യമായ ജീവനാ. വേറെ പറഞ്ഞാൽ നശിച്ചു പോകാത്ത ജീവനാ, നിത്യമായി നിലനിൽക്കുന്ന ജീവനാ, ഒരിക്കലും തീർന്നു പോകാത്ത ജീവനായ സോയെ, ആത്മാവിൻ്റെ ജീവൻ. ആ ജീവൻ എവിടെയുള്ള? അവനിലുള്ള ജീവൻ, യേശുവിലുള്ള ആത്മാവിൻ്റെ ജീവൻ എവിടെ വരും? എൻ്റെ ആത്മാവിൽ വരും എന്നതാണ് യോഹന്നാൻ 3:16 അർത്ഥമാക്കുന്നത്. യോഹന്നാൻ 3:16 അർത്ഥമാക്കുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും എന്ത് ലഭിക്കും? അവൻ്റെ ഉള്ളിൽ നിത്യമായ ഒരു ജീവൻ വന്ന് വസിക്കും. ഈ നിത്യമായ ജീവൻ്റെ പേരാണ് സോയെ. അപ്പോൾ ഈ യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ്റെ നിത്യജീവൻ എന്ന് വെച്ചാൽ നിത്യതയിൽ എത്തുമ്പോൾ കിട്ടുന്ന ജീവനല്ല. നമ്മൾ നിത്യത നോക്കി ജീവിക്കണം എന്ന് പറയും. നിത്യതയിൽ എത്തുമ്പം കിട്ടുന്ന ജീവനല്ല, മറിച്ച് ഇവിടെ വിശ്വസിച്ച് തുടങ്ങുന്ന ദിവസം ലഭിക്കുന്ന ജീവനാണ്. എന്ന് നാം നമ്മുടെ ഹൃദയം കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നുവോ, അന്ന് എന്ത് ആരംഭിക്കും? ഈ ജീവൻ ആരംഭിക്കുക. ദാറ്റ് ഈസ് ദ ഡേ വെൻ നമ്മുടെ ജീവിതത്തിൽ ഈ സോയെ ആരംഭിക്കുക, ഈ ആത്മാവിൻ്റെ ജീവൻ ആരംഭിക്കുക. അത് തകർക്കാൻ പറ്റാത്ത ജീവനാണ്. ഹല്ലേലൂയ. ഇനി അടുത്ത വാക്യം യോഹന്നാൻ 10:10, ഞാൻ വന്നത് നിങ്ങൾക്ക് എന്ത് തരാനാ? ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും. ഐ ഹാവ് കം സോ ദാറ്റ് യു മേ ഹാവ് ലൈഫ് ആൻഡ് ലൈഫ് ഇൻ അബണ്ടൻസ്. സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാനാണ് യേശു വന്നത്. അപ്പോൾ യേശു വരാനുള്ള കാരണം എന്താ പ്രിയമുള്ളവരെ? യേശു വരാനുള്ള കാരണം, എന്നോട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് ചോദിച്ചു, യേശു എന്തിന് ലോകത്തിലേക്ക് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ഉത്തരം എന്താ? യേശു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കാൻ വന്നു. യേശു എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വന്നു. യേശു എന്നെ രോഗം മോചിക്കാൻ വന്നു. യേശു എൻ്റെ ശാപം മാറ്റാൻ വന്നു. യേശു എനിക്ക് സമാധാനം തരാൻ വന്നു. ഇതെല്ലാം ശരിയാ. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യേശു വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് സോയെ ഉണ്ടാകാനും സമൃദ്ധിയായ സോയെ ഉണ്ടാകുവാനും. അബണ്ടന്റ് ലൈഫ്, അബണ്ടന്റ് സോയെ. ഈ സോയേൻ്റെ ഒരു പ്രത്യേകത, വിശേഷണം എന്താ? ഇറ്റ് ഈസ് എൻ അബണ്ടന്റ്, സമൃദ്ധിയായ ജീവൻ, നിറഞ്ഞു കവിയുന്ന ജീവൻ, കവിഞ്ഞൊഴുകുന്ന ജീവൻ, തടുത്തു നിർത്താൻ പറ്റാത്ത ജീവൻ, ഒഴുകുന്ന ജീവൻ. ഹല്ലേലൂയ. എവിടെയും ഒതുക്കി നിർത്താൻ പറ്റാത്ത ജീവൻ. ഇറ്റ് ഈസ് എൻ ഓവർഫ്ലോയിങ് ലൈഫ്. സമൃദ്ധിയായ സോയെ നമ്മുടെ ആത്മാവിൽ തരാൻ വേണ്ടിയിട്ടാണ് യേശു ലോകത്ത് വന്നത്. ഇതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് പാപക്ഷമ എന്ന് പറയുന്നത്. പാപക്ഷമ ഇതിൻ്റെ ആരംഭമാണ്. പക്ഷെ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? കർത്താവ് സോയെ നമ്മുടെ ആത്മാവിൽ നിക്ഷേപിക്കാൻ, അതായത് വേറെ സോയെ എന്താ? കർത്താവിൻ്റെ ജീവനാ, ഇത് അവൻ്റെ ജീവനാ. ഈ ജീവൻ എൻ്റെ ആത്മാവിൽ എനിക്ക് തരാൻ വേണ്ടിയിട്ടാണ് യേശു വന്നത്. പക്ഷെ ഈ ജീവൻ വന്നുള്ള പ്രത്യേകത എന്താ?
ഈ ജീവൻ വന്നാൽ പ്രത്യേകത എന്താ? ഇത് സമൃദ്ധിയായ ജീവനാ, അബണ്ടന്റ് ലൈഫാ, അബണ്ടൻസ് ഓഫ് ലൈഫ്, അബണ്ടൻസ് ഓഫ് സോയെ, നിറഞ്ഞ് കവിയുന്ന ജീവനാണ് യേശുവിൻ്റെ ജീവൻ. അപ്പം നമ്മൾ ഒരു വിശ്വാസത്തിൽ നമ്മൾ കർത്താവിൻ സ്വന്തം ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയും ഒക്കെ അങ്ങ് ജീവിച്ച് പോയാൽ പോരാ. അല്ല, ചിലരൊക്കെ പറയുമല്ലോ, അയ്യോ ജനിച്ചു ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ അങ്ങ് പോകണം, ഇങ്ങനെയൊക്കെ കഷ്ടപ്പാടും ദുരിതവും ബുദ്ധിമുട്ടൊക്കെ ആയിട്ടൊക്കെ പോകുന്നു. അങ്ങനെയൊന്നും അല്ല. അബണ്ടന്റ് ലൈഫ്, അബണ്ടന്റ് ലൈഫ്, അബണ്ടന്റ് സോയെ ജീവിക്കാനാണ് കർത്താവ് ലോകത്ത് വന്നത്. ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ, സോയ ഉണ്ടാകുവാനും സമൃദ്ധിയായ സോയ ഉണ്ടാകുവാനും അത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നമുക്ക് 1 യോഹന്നാൻ കൂടി വായിക്കാം. 1 യോഹന്നാൻ, ആ വാക്യം ഒന്ന് കറക്റ്റായിട്ട് നമുക്കൊന്ന് വായിക്കാം. 1 യോഹന്നാൻ എല്ലാവർക്കും എടുക്കാം. 1 യോഹന്നാൻ അതിൻ്റെ 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അപ്പം ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച്, ലോഗോസ് സോയെ, ജീവൻ്റെ വചനം സംബന്ധിച്ച്. ഇവിടെ ജീവനെയും വചനത്തെയും ഒരുമിച്ചു ഒന്നാക്കി. മറ്റേതിൽ ജീവനും വചനവും വേറെ വേറെയായിരുന്നു. പക്ഷെ 1 യോഹന്നാൻ 1-ൽ എത്തിയപ്പോഴേ യോഹന്നാൻ പറയുക ആ ലോഗോസും ഈ സോയയും ഒന്നാ. അതിൻ്റെ പേരെന്താ? ജീവൻ്റെ വചനം. ജീവൻ്റെ വചനം. യേശു ആരാ? ജീവൻ്റെ വചനവാ. യേശു ആരാ? ലോഗോസ് സോയയാ. ആദ്യം മുതലുള്ളതാ, ഞങ്ങളുടെ കൈ തൊട്ടതാ, ഞങ്ങളുടെ കണ്ണ് കണ്ടതുമായ ജീവൻ്റെ വചനം. ജീവൻ പ്രത്യക്ഷമായി, ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുക. അപ്പോൾ ഈ ജീവൻ ആരുടെ കൂടെ? പിതാവിൻ്റെ കൂടെ ഉള്ളതാ. ഇത് പ്രത്യക്ഷമായ ജീവനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ചോദിക്കുന്നത് എന്താണ് ഈ ജീവൻ്റെ പ്രത്യേകത എന്നല്ല. എന്താ ജീവൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജീവൻ നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞുള്ള പ്രത്യേകത, ഉദാഹരണത്തിന് നമ്മളിപ്പം പാപം ക്ഷമിച്ച് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും പാപം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും നമ്മൾ പാപം ചെയ്യും. വീണ്ടും കർത്താവിൻ്റെ അടുക്ക പോയിട്ട് പാപക്ഷമ നമ്മൾ ചോദിക്കണം. രോഗം മാറിയാൽ എന്തു പറ്റും? വീണ്ടും നമ്മൾ രോഗികളാവും. വീണ്ടും കർത്താവിൻ്റെ അടുക്ക പോയി കർത്താവിൻ്റെ രോഗം വിടുവിക്കണം നമ്മൾ പറയും. അപ്പം ഈ മാനുഷിക ജീവന്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ജീവിക്കുന്ന ജീവൻ എവിടെ നിന്നാണ്? നമ്മളെല്ലാവരും ജീവിക്കുന്ന എവിടെ നിന്നാണ്? നമ്മുടെ സൂക്കേന്നാ, അതായത് നമ്മുടെ മനസ്സിന്നാ, എൻ്റെ ശരീരത്തിൽ നിന്നാണ്. ഇപ്പം നമ്മൾ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വേൾഡ് കപ്പിൽ സത്യം പറഞ്ഞാൽ മെസ്സിയും റൊണാൾഡോയും എംബാപ്പയും ഇവരെല്ലാവരും അവരുടെ ശാരീരിക ജീവൻ്റെയും മാനസിക ജീവൻ്റെയും ഒരു പാരമത്യത്തിലെത്തിയ വ്യക്തികളാണ്, അല്ലേ? ശരീരത്തെ അച്ചടക്കത്തോടുകൂടി നോക്കി, മനസ്സിൻ്റെ വികാരങ്ങളെ അച്ചടക്കത്തോടുകൂടി നിർത്തി, ആ ശാരീരികവും മാനസികവുമായുള്ള ജീവൻ കൊണ്ട് എത്രത്തോളം പണം സമ്പാദിക്കാവോ, എത്രത്തോളം പ്രശസ്തി സമ്പാദിക്കാവോ, എത്രത്തോളം ജീവിതത്തിൽ ഉയരാവോ എന്നത് കാണിച്ചു തന്ന ആൾക്കാരുടെ ഒരു 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 കളിയാണ് നമ്മളിപ്പോൾ വേൾഡ് കപ്പിൽ കാണുന്നത്, അല്ലേ? അപ്പം അതാണ് ഒരു ഹ്യൂമൻ ലൈഫ് അല്ലെ? നമ്മളൊക്കെ ജീവിക്കുന്ന ജീവൻ നമ്മുടെ മനസ്സിൻ്റെ ശക്തി കൊണ്ടും നമ്മുടെ ശരീരത്തിൻ്റെ ശക്തി കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശക്തി കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് ആര് വന്നു? യേശു വന്നു. കർത്താവ് പറഞ്ഞു അവനിൽ ജീവനുണ്ടായിരുന്നു. ഈ ജീവൻ നമുക്ക് തരാനാണ് യേശു വന്നത്. അതായത് ഇത്രയും നാളും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശക്തി കൊണ്ട് ജീവിച്ച നമ്മൾ, അത് വേറെ രീതി പറഞ്ഞാൽ, ഞാൻ ഒരു കാലത്ത് ഞാൻ എന്താ ചെയ്തത്? ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം ശരിയാക്കാൻ ശ്രമിച്ചു. എൻ്റെ മനസ്സിന് സൂക്കെ എന്ന് പറയുമ്പം എൻ്റെ മനസ്സാണ്, എൻ്റെ സോളാണ്. ഈ സോളിഷ് പവർ കൊണ്ടാണ് ഞാൻ ജീവിച്ചത്. സോളിഷ് പവർ, മനസ്സിൻ്റെ ഇതെന്താ? ഒന്ന് എൻ്റെ വിൽ പവർ, എൻ്റെ ഇച്ഛാശക്തി. ഞാൻ പറയും ഞാൻ ഇന്ന കാര്യം തീരുമാനിക്കും, ഞാനത് ചെയ്യും. ഞാൻ ഇന്ന കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാനത് ചെയ്തിരിക്കും എന്നതാണ് എൻ്റെ ഒരു കാലഘട്ടത്തിലെ എൻ്റെ ജീവിത രീതി. അപ്പം അതെൻ്റെ സോളിഷ് പവറാണ്, വിൽ പവറാണ്. ഞാൻ ജീവിച്ചത് വിൽ പവർ കൊണ്ടാണ്. പിന്നെ ഞാൻ ജീവിച്ചിട്ടുണ്ട് എൻ്റെ ഇൻ്റലക്റ്റ് കൊണ്ട്, എൻ്റെ ബുദ്ധിശക്തി കൊണ്ടാണ്. എൻ്റെ ബുദ്ധി ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇങ്ങനെ ജീവിക്കണം, അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് പരിഹരിക്കാൻ ശ്രമിക്കും, എൻ്റെ ഇച്ഛാശക്തി കൊണ്ട് പരിഹരിക്കാൻ ശ്രമിക്കും. പിന്നെ ഞാൻ എൻ്റെ വികാരം കൊണ്ട് ജീവിച്ചു, സ്നേഹം കൊണ്ടും എൻ്റെ ഭയത്തെയും എല്ലാം പലതിനെയും ഞാൻ മാനിപ്പുലേറ്റ് ചെയ്ത് കുറച്ച് കൂട്ടി എല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൽ ജീവിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഇതെല്ലാം ഒരു സോളിഷ് ലൈഫാണ്, അല്ലെങ്കിൽ എൻ്റെ മാനസിക ജീവനാണ്, സൂക്കയാണ്. എന്നാൽ കർത്താവ്
ലോകത്തിലേക്ക് വന്നത്. ഈ സോളിഷ് ലൈഫിൻ്റെ പ്രത്യേകത നമുക്കറിയാലേ. ഒരു സൂക്കെ കൊണ്ട് ജീവിക്കുന്നവരുടെ പ്രത്യേകത എന്താ? അവരുടെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകളാണ്. ഇന്ന് നമ്മൾ മുകളിലാണെങ്കിൽ നാളെ നമ്മൾ നിരാശരാണ്. ഇന്ന് നമ്മളെല്ലാം നന്നായി ചെയ്തെങ്കിൽ നാളെ നമ്മൾ ഡൗണാണ്. ഇന്ന് നമ്മൾ കുടുംബജീവിതം നന്നായിട്ടാണ് പോകുന്നതെങ്കിൽ നാളെ നമ്മുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളാണ്. ഇന്ന് ഒരാഴ്ച നമ്മുടെ വൈഫിനോട് നമ്മൾ നന്നായിട്ടൊക്കെ പെരുമാറിയാൽ, ഭർത്താവിനോട് നന്നായിട്ടൊക്കെ പെരുമാറിയാൽ അടുത്ത ആഴ്ച എന്താ? നേരെ ഓപ്പോസിറ്റാണ്. അല്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെടും, നമുക്ക് ഭയം വരും, നമ്മൾ നിരാശരാകും. ഇതെല്ലാം നമ്മുടെ ഒരു വികാരങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു ജീവിതം, ഇച്ഛാശക്തിയാൽ നിയന്ത്രിക്കപ്പെട്ട ജീവിതം, ഇൻ്റലക്റ്റ് കൊണ്ട് അപ്പം ബുദ്ധി കുറഞ്ഞ ആൾക്കാർ എനിക്ക് ബുദ്ധിയില്ല, വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാർ എനിക്ക് വിദ്യാഭ്യാസമില്ല, അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ആയിപ്പോയി, എനിക്ക് നിരാശ. ഈ ഒരു ജീവിത രീതിയിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവ് നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യേശുവിൽ വന്നു കഴിഞ്ഞാൽ, കർത്താവ് ആഗ്രഹിക്കുന്ന നമ്മൾ എവിടെ നിന്ന് ജീവിക്കണമെന്ന്? നമ്മൾ സോയെന്ന് ജീവിച്ചു തുടങ്ങണം. യേശു തൻ്റെ ആത്മാവിൻ്റെ ജീവൻ എൻ്റെ ഉള്ളിലേക്ക് പകരാൻ ആഗ്രഹിക്കുക. പിന്നെ ഞാൻ ജീവിക്കണത് ആത്മാവിൻ്റെ ജീവൻ എന്നാണ്. ഈ ആത്മാവിൻ്റെ ജീവൻ എന്ത് ചെയ്യും? എൻ്റെ ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കും. എൻ്റെ ശരീരത്തിൻ്റെ തളർച്ചകളെയും, എൻ്റെ ശരീരത്തിൻ്റെ ബലഹീനതകളെയും, എൻ്റെ മനസ്സിൻ്റെ ഉയർച്ച താഴ്ചകളെയും, വികാരങ്ങളുടെ വേലിയേറ്റങ്ങളെയും, എൻ്റെ ഇച്ഛാശക്തിയെയും, എൻ്റെ ബുദ്ധിശക്തിയെയും എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതായി മാറും എൻ്റെ ആത്മാവിൻ്റെ ജീവൻ. അതെന്താ? തകർക്കാൻ പറ്റാത്ത ജീവന, നിത്യമായ ജീവന, സകലത്തെ നിയന്ത്രിക്കുന്ന ജീവന. ഇതാണ് നമ്മൾ യോഹന്നാൻ 1:4 നമ്മൾ മടങ്ങി വരുമ്പം, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. അതായത് ഈ ജീവൻ എന്തു ചെയ്യും? ഇരുളിൽ പ്രകാശിക്കും. ഈ ജീവൻ ഇരുളിനെ പിടിച്ചടക്കും. ഇരുളിനെ തകർക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഇരുളിനെയും, എല്ലാ തകർച്ചകളെയും, എല്ലാ നിരാശകളെയും, എല്ലാ പാപ സ്വഭാവങ്ങളെയും, എല്ലാ നമ്മുടെ ശരീരത്തിൻ്റെ ബലഹീനതകളെയും, രോഗങ്ങളെയും, കുടുംബത്തിലെ പ്രശ്നങ്ങളെയും, കുടുംബത്തിലെ വഴക്കുകളെയും എല്ലാത്തിനെയും തകർക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സൊല്യൂഷൻ എന്താ പ്രിയമുള്ളവരെ? അവൻ്റെ ജീവനാൽ ഞാൻ നിറയണം. അവൻ്റെ യേശുവിൻ്റെ ജീവനാൽ, അല്ലെങ്കിൽ യേശുവിൻ്റെ ആത്മീക ജീവനായ സോയെ കൊണ്ട് ജീവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. അതായത് ആത്മാവ് കൊണ്ട് ജീവിക്കുന്ന ക്രിസ്തീയ ജീവിതം. ആത്മാവിൻ്റെ ജീവനാ സോയെ. ഈ ആത്മാവിൻ്റെ ജീവനിൽ നിന്ന് ജീവിച്ച് തുടങ്ങുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത്. ഈ ആത്മാവിൻ്റെ ജീവൻ്റെ പ്രത്യേകത എന്താ? അത് ഇരുളിൽ പ്രകാശിക്കുന്നതാണ്. ഈ ആത്മാവിൻ്റെ ജീവൻ്റെ പ്രത്യേകത എന്താ? അത് ഇരുളിനെ പിടിച്ചടക്കുന്നതാണ്. അത് ഇരുളിൽ പ്രകാശിക്കുന്ന, ഇരുളും അതിനെ പിടിച്ചടക്കില്ല, ഇരുളിനെ തകർക്കുന്നതാണ്. എൻ്റെ ജീവിതത്തിലെ എൻ്റെ കോപത്തെ തകർക്കണമെങ്കിൽ ഞങ്ങൾ സെൻറ്റർ ഉണ്ടായിരുന്നല്ലോ, ഈ റിഹാബ് സെൻറ്റർ നടത്തിക്കൊണ്ടിരുന്നപ്പം, അപ്പം ഞങ്ങളൊരു അങ്കിള് കാനഡയിൽ നിന്ന് വന്നിരുന്നു. അപ്പോൾ ഈ അങ്കിള് ഞങ്ങൾക്ക് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആങ്കർ മാനേജ്മെൻറ്റ് പ്രോഗ്രാം, അദ്ദേഹം ഒരു കൗൺസിലറായിരുന്നു, വിശ്വാസിയാണ്, അതേ ഒരു കൗൺസിലായിരുന്നു. അപ്പോൾ ആങ്കർ മാനേജ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ക്ലാസ് എടുത്തു. അതായത് എങ്ങനെയാണ് നമ്മൾ കോപത്തെ നിയന്ത്രിക്കുക, കോപം മനസ്സിൽ വരുമ്പോൾ നിങ്ങൾ 100-ന്ന് 99, 98, 97, 96 ഇങ്ങനെ എണ്ണണം. അപ്പോൾ 60 ആകുമ്പോഴേക്കും നിങ്ങളുടെ കോപം മാറിക്കൊള്ളും. അപ്പോൾ ഭാര്യയോട് നിങ്ങൾ ദേഷ്യപ്പെടില്ല, വീട്ടിൽ നിങ്ങൾ ദേഷ്യപ്പെടത്തില്ല. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? കോപം വരുമ്പം നിങ്ങൾ ഒറ്റയ്ക്കൊരു റൂമിൽ പോയി നിങ്ങൾക്ക് പറയാനുള്ള എല്ലാം പറഞ്ഞങ്ങ് തീർക്കണം. അപ്പോൾ നിങ്ങളുടെ കോപം കുറഞ്ഞോളും എന്നെല്ലാം ഇങ്ങനെ ഒരാഴ്ചത്തെ ആങ്കർ മാനേജ്മെൻറ്റ് ക്ലാസ്. ഈ ആങ്കർ മാനേജ്മെൻറ്റ് ക്ലാസ് എടുക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്? ഈ ആങ്കർ മാനേജ്മെൻറ്റ് ക്ലാസ് എടുക്കുന്ന ഞങ്ങളുടെ കൂടെ സഹോദരൻ, അദ്ദേഹം MDMA കേസും അടിപിടിയും ബഹളവും, വീട് കയറി അടിക്കുക, വെട്ടുക, കുത്തുക, എസ്കോട്ടിന് പോവുക, ഇതാണ് ഒരാൾ. ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ഒരാൾ. വേറൊരാൾ ബാംഗ്ലൂർ തീവ്രവാദത്തിലൊക്കെ നിന്ന് സ്വന്തം അപ്പനെയും അമ്മയും കുത്തിക്കൊല്ലാനായിട്ട് നടക്കുന്ന വേറൊരു സഹോദരൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ ആങ്കർ മാനേജ്മെൻറ്റ്. അപ്പോൾ ഏറ്റവും ഉചിതമായ ഒരു ക്ലാസ്സാണ് ആങ്കർ മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ ആങ്കർ മാനേജ്മെൻറ്റ് ക്ലാസ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത അവസാനത്തെ ദിവസം എന്തു പറ്റി? ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ, രണ്ടുപേർ തമ്മിൽ അടിയുണ്ടായി. അതിൽ ഒരാൾ എന്ത് ചെയ്യും? മറ്റേയാളെ കുത്താനായിട്ട് കത്തിയെടുത്ത് കുത്താനായിട്ട് പോയി, അവനെ അടിച്ച് ആകെ പ്രശ്നമായി. അപ്പോൾ ക്ലാസ് എടുത്ത അങ്കിള് ഇത് കണ്ടതോടെ പുള്ളി അന്ന് തന്നെ പെട്ടിയും കിടക്കി എടുത്ത് അങ്കിൾ യാത്രയായി. ദൈവമേ, ഇവരുടെ ഇടയിൽ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹ്യൂമൻ സൈക്കോളജിക്കൽ പ്രോഗ്രാംസിൻ്റെ പരിമിതി അതാണ്. അപ്പം നമ്മുടെ സൈക്കോളജി കൊണ്ടോ ആങ്കർ മാനേജ്മെൻറ്റ് പ്രോഗ്രാം കൊണ്ടോ എല്ലാം നമുക്ക് നമ്മുടെ കോപത്തെ നിയന്ത്രിക്കാനൊക്കെ ശ്രമിക്കാം, കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമാണ്. പക്ഷേ എന്ത് പറ്റും?
എൻ്റെ ഈ ഒരു റിഹാബ് എക്സ്പീരിയൻസിന് എനിക്ക് മനസ്സിലായത് ഇതൊന്നും അധികം നാൾ പോകത്തില്ല. പക്ഷേ ഇരുളിനെ പിടിച്ചടക്കുന്നത് ദൈവത്തിൻ്റെ ജീവനാണ്. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലെ കോപത്തെ നിയന്ത്രിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? ആത്മാവിൻ്റെ ജീവൻ നമ്മൾ ജീവിച്ചു.